സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എന്നെ തൊട്ട സന്ദേശം എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അസാധ്യയുടെ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സഹായകമായി തീർന്ന ഒരു പ്രോഗ്രാമാണ് ഈ എന്നെ തൊട്ട സന്ദേശം എന്ന ഈ ഒരു സെഷൻ. അതോടൊത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇടപെട്ട മറ്റൊരു ചെറിയ സന്ദേശമാണ് അസാധ്യയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും ആശങ്കകളും ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്കും അങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് 2 മക്കളാണല്ലോ. അസാധ്യയുടെ പ്രേക്ഷകർക്കറിയാമല്ലോ, ഡാനിയും ഡോണയും. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ പഠിത്തം കഴിഞ്ഞ് അടുത്ത ചുവട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ ഞങ്ങളെപ്പോഴും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നടക്കണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ ഒക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ കർത്താവെ അവരെ ശരിക്കും ഗൈഡ് ചെയ്യുവാൻ, അടുത്ത ചുവടിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങൾ അത്ര ബുദ്ധിയുള്ള മാതാപിതാക്കളല്ല, നിൻ്റെ സഹായം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: സ്വർഗത്തിലെ അപ്പനോട്, ഈ ഭൂമിയിലെ പിതാവ് എന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിക്ക് വേണ്ടി ഗൈഡ് ചെയ്യാനൊന്നും അത്ര വലിയ ബുദ്ധിയും അറിവും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് സ്വർഗീയ പിതാവായ അവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്തോണം. അവിടുന്നാണ് അവരുടെ പിതാവ്, അവിടുത്തെ ഹിതമനുസരിച്ച് നടത്തിക്കണം, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യണം, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്ന് വെറുതെ വേദപുസ്തകം തുറന്ന് ഒന്ന് വായിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വേദപുസ്തകം തുറന്നതും എനിക്ക് വായിക്കുവാൻ കിട്ടിയ വചനം മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധത്തിലുള്ള ഒരു രംഗമാണ്. ക്രൂശ് എടുത്തു കൊണ്ടുപോകുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് കുറേനക്കാരനാകുന്ന ശീമോനെ കൊണ്ടുവരുന്നു. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യത്തിൽ മറ്റ് സുവിശേഷകന്മാർ എഴുതിയിട്ടില്ലാത്ത ഒരു വിവരം കൂടെ, ഒരു ഇൻഫർമേഷൻ കൂടെ കൂട്ടിച്ചേർത്തു. എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും പിതാവാകുന്ന കുറേനക്കാരനായ ശീമോനെ അവർ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു എന്ന ഒരു പദം. മറ്റ് സുവിശേഷകർ അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും പേര് അവിടെ എഴുതിയിട്ടില്ല, അവരുടെ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഇവിടെ അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും പിതാവാണ് കുറേനക്കാരനായ ശീമോൻ എന്ന ഒരു പുതിയ ഇൻഫർമേഷൻ മർക്കോസ് പങ്കുവെക്കുകയാണ്. മർക്കോസ് ലേഖനം എഴുതുന്ന, സുവിശേഷം എഴുതുന്ന സമയമായപ്പോഴേക്കും അതിൻ്റെ അർത്ഥം അലക്സാണ്ടറും റൂഫോസും ക്രിസ്തീയ സമൂഹത്തിൽ വളരെ പേരെടുത്തവരായി, പ്രൊമിനൻ്റായി തീർന്നു, അറിയപ്പെടുന്ന ആളുകളായി തീർന്നു. കർത്താവിൽ പ്രശസ്തരായ അലക്സാണ്ടറും റൂഫോസും എന്നൊക്കെയിലെ വേദപുസ്തകത്തിൽ അവരെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതാ മർക്കോസ് എഴുതി വച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തിയ ഒരു ചിന്ത, ഞാൻ പറഞ്ഞല്ലോ, മക്കളെക്കുറിച്ചും മക്കളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു ദൂത് പോലെ ഞാൻ കൈമാറുകയാണ്. എൻ്റെ ചിന്താകുലങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ക്രൂശെടുത്ത കുറേനക്കാരൻ ശീമോൻ്റെ മക്കൾ സുവിശേഷങ്ങളിൽ ഇടം പിടിച്ചെങ്കിൽ ആ മക്കളുടെ അപ്പനായിട്ട് കുറേനക്കാരനായ ശീമോൻ അറിയപ്പെട്ടെങ്കിൽ, കുറേനക്കാരനായ ശീമോൻ്റെ മക്കളെന്നല്ല അറിയപ്പെടുന്നത്, അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും പിതാവാകുന്ന കുറേനക്കാരനായ ശീമോൻ എന്ന് പറഞ്ഞാൽ മക്കളുടെ പേരിൽ അപ്പൻ അറിയപ്പെട്ടുവെങ്കിൽ, അതുപോലെ തന്നെ ക്രൂശെടുത്തവരുടെ മക്കളെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും, ഉയർത്തുവാൻ കഴിയും, നടത്തുവാൻ കഴിയും എന്ന് വളരെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുവാനിടയായി തീർന്നു. ഈ വചനം ഒറ്റ വാക്യമേ ഞാൻ വായിച്ചുള്ളൂ കേട്ടോ. ഞാൻ പലപ്പോഴും ഈ വചനം എങ്ങനെ ധ്യാനിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോകൾ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 3 അധ്യായം വായിക്കണമെന്നില്ല, ഒറ്റ വാക്യം മാത്രം വായിച്ചാൽ മതി. ആ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാൻ കഴിയും. അങ്ങനെ ഈ വാക്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് വചനം വായിച്ചത്, പിന്നെ അലക്സാണ്ടറിനെയും റൂഫോസിനെ കുറിച്ചുള്ള വാക്യങ്ങൾ മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇണക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോഴാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ റൂഫസിൻ്റെ അമ്മയാകുന്ന പേരെഴുതിയിട്ടില്ല കേട്ടോ. ആ അമ്മയെക്കുറിച്ച്
പൗലോസ് പറയുന്നത് ആ റൂഫോസിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ് എന്ന് പറഞ്ഞാൽ, ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പല സഹോദരിമാരെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ പൗലോസ് റൂഫോസിൻ്റെ അമ്മയെ വിളിക്കുന്നത് അവൾ എൻ്റെ കൂടെ അമ്മയാണെന്നാണ്. ഇവിടെ എനിക്ക് വിചിത്രമായി തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ശരിക്കും വേദപുസ്തകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തി ആരാണെന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അത് യേശുവിൻ്റെ അമ്മയായ മറിയമാണെന്നാണ്, അല്ലേ? കാരണം യേശുവിനെ ഉദരത്തിൽ വഹിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയ സ്ത്രീ. പക്ഷെ ഇന്നലെ വൈകിട്ട് എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ തോന്നി, യേശുവിൻ്റെ അമ്മ മറിയേക്കാട്ടിൽ ഭാഗ്യവാനായിരുന്നില്ലേ കുറേനക്കാരനായ ശീമോൻ? കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ആ ഒരു ബലിയർപ്പണത്തിൽ, ആ ക്രൂശെടുത്തുകൊണ്ടുള്ള ആ യാത്രയിൽ, ആ ക്രൂശിനെ അനുധാവനം ചെയ്യുവാൻ മാത്രമല്ല, ആ ക്രൂശിൻ്റെ ഭാരം സ്വന്തം തോളിലേക്ക് ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞ കുറേനക്കാരൻ ശീമോൻ എത്ര ഭാഗ്യവാനാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി ഈ കുറേനക്കാരനായ ശീമോനായിരിക്കും. ഇദ്ദേഹം ചോദിച്ചു വാങ്ങിച്ച ചാൻസ് ഒന്നുമല്ല കേട്ടോ. ഈ മഹത് കർത്തവ്യം, അല്ലെ, ആ ഡ്യൂട്ടി യേശു ചെയ്യുന്നതിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് എനിക്കൂടെ ഒരു ചാൻസ് തരാമോ എന്ന് കുറേനക്കാരൻ ശീമോൻ അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിയ ചാൻസ് ഒന്നുമല്ല കേട്ടോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മലയാള ട്രാൻസ്ലേഷൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, വയലിൽ നിന്ന് വരുന്ന എന്ന ഒരു പദം കണ്ടിട്ട് നമ്മുടെ ചിന്ത, അന്നൊക്കെ നമ്മൾ ഈ വേദവസം പഠിക്കാത്ത കാലത്ത് അറിവില്ലായ്മ കൊണ്ട് പലതും പ്രസംഗിക്കുമല്ലോ. അന്നൊക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, കൃഷിയിടത്തിൽ പണി കഴിഞ്ഞ് വരുന്ന കുറേനക്കാരനായ ശീമോൻ എന്ന്. പിന്നെ കുറച്ചുകൂടെ വേദവസം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല കേട്ടോ. കൺട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്, കൺട്രി സൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ശരിയായ ഒരു തർജ്ജിമ എങ്ങനെയായിരിക്കണം, ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും വരുന്ന കുറേനക്കാരനായ ശീമോൻ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ. ഈ പെസഹയുടെ ഉത്സവം നടക്കുകയല്ലേ, അപ്പോൾ പെസഹയുടെ ഉത്സവത്തിന് വേണ്ടി ജെറുസലേം നഗരത്തിൻ്റെ വെളിയിലുള്ള ദൂര സ്ഥലങ്ങളിലുള്ള ആളുകൾ വരും. അങ്ങനെ ഏതോ താൻ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് കുറേനക്കാരൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ഭാഗമായിരിക്കാം, അല്ലേ, ആ കുറേനക്കാരനാകുന്ന ശീമോൻ ഇന്നത്തെ ലിബിയയുടെയൊക്കെ ഒരു ഭാഗമാണിത്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു കുറേനക്കാരനായ ശീമോൻ, താൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്, പെസഹയിൽ പങ്കെടുക്കാനാണ് വന്നത്. പക്ഷേ പെസഹ കുഞ്ഞാടായി തീരുന്ന, പെസഹ കുഞ്ഞാടിൻ്റെ ആ ഒരു ക്രൂശ് മരണത്തിൻ്റെ ഭാഗമായി തീരുവാൻ, ആ ക്രൂശ് എടുക്കുവാൻ അവന് വീണ് കിട്ടിയ ഭാഗ്യം. പണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്, ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റി ആക്സിഡൻറ്റിൽ പ്രൈം മിനിസ്റ്ററായ ആൾ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകാനിരുന്ന ആളല്ല, പക്ഷേ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ. ഇവിടെ എനിക്ക് കുറേനക്കാരനായ ശീമോനെക്കുറിച്ചും അങ്ങനെ പറയാൻ തോന്നുന്നു, ദ ആക്സിഡൻ്റൽ ഹീറോ ഓർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ ക്രൂശ് ചുമന്നതിലൂടെ ചരിത്രത്തിൽ ഒരു വീരപരിവേഷം കിട്ടിയ കുറേനക്കാരനായ ശീമോൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ച ഒരു ചാൻസ് അല്ല, കൃപ കൊണ്ട് വീണ് കിട്ടിയ ഒരു ചാൻസാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവനെന്ന് ഞാൻ ചിന്തിക്കുന്ന കുറേനക്കാരനായ ശീമോന് ആ ക്രൂശിൻ്റെ അറ്റം ഒന്ന് ചേരുവാൻ, ചാരുവാൻ, വഹിക്കുവാനൊക്കെ ഭാഗ്യം കിട്ടിയത് അവൻ പ്രതീക്ഷിച്ചതോ ചോദിച്ചു വാങ്ങിച്ചതോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വഴിപോക്കനായ ഒരുവനെ നിർബന്ധിച്ച് കയറ്റിയാണ് ആ ക്രൂശൊന്ന് ചുമപ്പിച്ചത്. അങ്ങനെ ഒക്കെ പറഞ്ഞു വരുമ്പോൾ, അങ്ങനെ നിർബന്ധിച്ച് ക്രൂശെടുത്ത കുറേനക്കാരനായ ശീമോൻ്റെ മക്കൾ അവനേക്കാൾ അറിയപ്പെടുന്നവരായി മാറിയെങ്കിൽ എൻ്റെ ഹൃദയം പിന്നെയും പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് കർത്താവേ ഈ കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് യേശുവേ നിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ഞാനും തയ്യാറാണ് എന്ന് കൊതിയോട് പിൻപറ്റിയ നമുക്കൊക്കെ, നമ്മുടെ തലമുറയ്ക്കൊക്കെ എത്ര വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ശീമോൻ്റെ ഭാര്യ അല്ലെങ്കിൽ റൂഫോസിൻ്റെ അമ്മയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. പൗലോസ് പറയുകയാണ്, എൻ്റെയും അമ്മയായ നിൻ്റെ അമ്മ. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാരണം, യേശുവിൻ്റെ അമ്മ വലിയ ഭാഗ്യവതിയാണെങ്കിലും പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഒരിക്കൽ പോലും യേശുവിൻ്റെ അമ്മയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എൻ്റെയും അമ്മയായ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പൗലോസ് എഴുതിയില്ല. പൗലോസ് മാത്രമല്ല, ഒരു ലേഖനത്തിലും അങ്ങനൊരു
പരാമർശം കണ്ടില്ല. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് അവൾ എൻ്റെയും അമ്മയാണെന്നൊരു പരാമർശം കാണുന്നെങ്കിൽ അത് ഈ രൂഫോസിൻ്റെ അമ്മയാണ്. അർത്ഥം എന്താണെന്നറിയാമോ? ആ സ്ത്രീ ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക്, ചെറുപ്പക്കാർക്ക്, ശുശ്രൂഷകന്മാർക്ക് ഒരു നല്ല അമ്മയെപ്പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് പറയുമ്പോഴാണ് ഈ സന്ദേശം ഇത്ര അധികം ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ വരുവാൻ കാരണം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വചനം ശുശ്രൂഷിച്ചത് ഷാവു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ വൈഫ് ഷീബ ഷാബുവുമാണ്. ഷീബ സിസ്റ്റർ വചനം പറയുമ്പോൾ ഇതേ വചനത്തിൽ നിന്നാണ് സംസാരിച്ചത്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ രൂഫോസിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന, എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുറേനക്കാരൻ ശിമോനെക്കുറിച്ചുമാണ് ആ സഹോദരി വചനത്തിൽ നിന്ന് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വചനം ഞാൻ ഇന്നലെ വായിക്കുമ്പോൾ അതെനിക്ക് കൂടുതൽ ഒരു ദൈവത്തിൻ്റെ സന്ദേശം പോലെ, ഒരു കൺഫേമിങ് മെസ്സേജ് പോലെ എനിക്ക് തോന്നുവാനിടയായി തീർന്നു. ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാമെന്ന് ആഗ്രഹിച്ചു. ഇതോടൊപ്പം തന്നെ ഷീബ സിസ്റ്റർ രൂഫോസിൻ്റെ അമ്മയെക്കുറിച്ചും കുറേനക്കാരനായ ശിമോനെക്കുറിച്ചും പറഞ്ഞ ചില വാചകങ്ങൾ ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. സഹോദരിമാരുടെ മുഖം കണ്ടപ്പോൾ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. मैं जब कुछ सोची नहीं, लेकिन जैसे इधर आई तो मैंने बहनों का चेहरा देखकर एक स्त्री को आपको परिचित करवाना चाहती हूँ. പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ കുറേനക്കാരനായ ശിമോനെ പറ്റി കേൾക്കാറുണ്ട്. हम जब वचन सुनते हैं तो हमेशा इस कुरेने शिमोन के बारे में हम सुनते हैं. ശിമോന്റെ മക്കളെ പറ്റി നാം കേൾക്കാറുണ്ട്. शिमोन के बच्चों के बारे में हम सुनते हैं. ശിമോന്റെ പേരിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. കുറേനക്കാരനായ ശിമോൻ ക്രൂശിന്റെ അറ്റം ചുമന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. അതിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അലക്സാണ്ടർ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധമായി എന്നൊക്കെ നാം കേൾക്കാറുണ്ട്. हम हमेशा ये सुनते हैं प्रचार में कि जो कुरेनी शिमोन था उसने यीशु मसीह का क्रूस उठाने में सहायता किया. उसके दोनों बच्चे जो अलेक्जेंडर रूफस है वो मसीह में प्रशस्त हुए. ये सब कुछ हम हमेशा सुनते हैं. എന്നാൽ ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് അതിന്റെ പിന്നിൽ. लेकिन बाइबल में छिपी हुई एक स्त्री का चरित्र भी उसके पीछे है. പൗലോസ് പരിശുദ്ധാത്മാവിൽ അവളെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. पौलुस पवित्र आत्मा में उसके बारे में एक शब्द कहा है. കുറെ പേർക്ക് പൗലോസ് വന്ദനം പറയുമ്പോൾ बहुत लोग जब पौलुस वंदना देते അവിടെ हैं പറയുന്നുണ്ട്, वहां पर कहता है നിനക്കും അമ്മയായ എന്റെ അമ്മയ്ക്കും വന്ദനം ചെയ്യും. आमेन. तेरी जो माता है, जो मेरी माता के समान है, उसके लिए वंदन. അത് മാത്രം മതി അവളെ എല്ലാവരും ഓർക്കുവാൻ. आमेन. उतना ही काफी है सब लोग उसे याद करने के പേര് लिए. അവിടെ എടുത്തു പറയുന്നില്ല. नाम वहां पर मेंशन नहीं ഒരു किया है. മറ്റൊരു വാക്യത്തിലും അവളെ കുറിച്ച് പറയുന്നില്ല. दूसरे कोई भी वचन पर उसके बारे में മക്കൾ नहीं അവിടെ कहा എടുത്ത് है. പറയപ്പെടുന്നുവെങ്കിലും यहाँ पर बच्चों का अगर कहा भी गया है ശിമോന്റെ तो പേര് ക്രൂശ് ചുമന്നുകൊണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും शिमोन ने यीशु मसीह का क्रूस उठाया इसलिए बच्चे आशीषित हुए. जब ऐसा कहते हैं അവിടെ പൗലോസ് എടുത്തു പറയുകയാണ്, वहां पर पौलुस उठाकर अलग से कहते നിന്റെ हैं അമ്മയായ എന്റെ അമ്മയ്ക്കും വന്ദനം ചെയ്യും. जो तेरी माता है, जो मेरी माता के समान है, ഞാൻ ആ उसके लिए വാക്യം वंदन. ഇരുന്നൊന്ന് ചിന്തിക്കുവാൻ സഹായിച്ചു. मैं उस वचन को बैठकर मनन करने के लिए പൗലോസിന്റെ परमेश्वर ने ജീവിത सहायता സാഹചര്യം किया. നമുക്കറിയാം. पौलुस के जीवन के परिस्थिति को हम जानते हैं. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് सब लोगों से उपेक्षित, കുടുംബക്കാർ മുഴുവൻ തള്ളി, सारे परिवार ने उसे अकेला किया യഹൂദന്മാർ പുറത്താക്കപ്പെട്ടു. और यहूदियों से वो बाहर निकाला ക്രിസ്തുവിന്റെ गया. ക്രൂശ് എടുത്തത് മുഖാന്തരം പൗലോസ് ഒറ്റപ്പെട്ടപ്പോൾ मसीह के क्रूस उठाने की वजह से जब पौलुस अकेला हुआ, ഒരു അമ്മയുടെ സ്നേഹം കൊടുത്ത സ്ത്രീയാണ് അവർ. एक माता का प्रेम जिसने दिया वो स्त्री है ये. ഞാൻ വിചാരിക്കുന്നു മക്കൾക്ക് കൈത്താങ്ങൽ കൊടുത്തതോടൊപ്പം मैं सोचती हूँ कि जिस प्रकार से उसने अपने बच्चों को उसने सहायता किया, ഒരു മാതൃഹൃദയത്തോടെ പൗലോസിനെ ചേർത്ത് പിടിച്ചു. वैसे एक माता के हृदय के साथ पौलुस को भी उसने अपनाया. ഒരു പക്ഷേ ഈ ശിമോൻ ക്രൂശിന്റെ അറ്റം ചുമന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല മക്കൾ കർത്താവിൽ പ്രസിദ്ധരായത്. हो सकता है कि जो बच्चे मसीह में प्रशस्त हुए केवल शिमोन ने क्रूस उठाने की वजह से ही नहीं है. ഭവനത്തിന്റെ പിന്നിലിരുന്നു കൊണ്ട്, തിരശ്ശീലയുടെ പിന്നിലിരുന്നു കൊണ്ട് ദൈവദാസന്മാരെ ചേർത്ത് പിടിക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ആ പ്രിയ സഹോദരി കാണിച്ച മനസ്സും കരുണയുമാണ് ആ മക്കളെ കർത്താവിൽ പ്രസിദ്ധരാക്കിയത്. घर के अंदर छिप कर बैठकर, पर्दे के अंदर छिप कर बैठकर परमेश्वर के दासों को जो सत्कार किया, जो सम्मान दिया और उसने अपनाया, वो जो उसका स्वभाव, उसका चरित्र की वजह से उसकी जो पीढ़ी है वो आशीषित हुई. സഹോദരിമാരെ, ഞാൻ ചേർത്ത് പറയട്ടെ, बहनों मैं आपको बोलना चाहती हूँ, ഒരു പക്ഷേ നാം എഴുന്നേറ്റ് പാട്ട് പാടുന്നില്ലായിരിക്കാം, हो सकता है कि हम खड़े होकर गीत नहीं गा रहे होंगे, शायद
शायद हम प्रचार नहीं कर रहे ഒരുപക്ഷെ പൊതുവിൽ होंगे, എഴുന്നേറ്റ് हो പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം. सकता है कि हम सबके सामने खड़े होकर प्रार्थना नहीं कर रहे होंगे. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കൈത്താങ്ങുവാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, അനേകരെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുവാൻ, ആമേൻ, സഭയിലും ഭവനങ്ങളിലും ആമേൻ, ദേശത്തും നമ്മെ ആക്കിയിരിക്കുന്നിടങ്ങളിലെല്ലാം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. അത് മുഖാന്തരം നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും.